ഫോണറി എത്ര സമയം കൊണ്ട് വിളിക്കണം ഇവള്? ഫോൺ കൊടുക്കൂല. ഇന്ന് ഇവിടെ ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നുണയം പറഞ്ഞുകൊണ്ടിരിക്കും. പുല്ല് ഒരു അത്യാവശ്യം വിളിച്ചാ ഫോൺ കൊടുക്കൂല. ഇടിപ്പം പന്ന പട്ടി പുല്ലന്റെ മോളെ, നീ എവിടെ പോയി കിടന്ന് ഇത്ര സമയം? ഫോൺ എടുക്കാതെ എത്ര സമയം കൊണ്ട് ഞാൻ വിളിക്കണം നിന്നെ അറിയാമോ? സമാധാനപ്പെടാനാ? എടി ശുക്രനടിച്ച് തലയിൽ നിൽക്കുമ്പോൾ ഈ സന്തോഷ വാർത്ത നിന്റെ അടുത്ത് പറയണോ അതോ നിന്റെ അനിയത്തി രമണിയുടെ അടുത്ത് ഞാൻ പറയണോ? നീ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ എങ്ങനെ അവളെ ഞാൻ വിളിക്കാതിരിക്കും? നിന്നെ ഞാൻ 16 പ്രാവശ്യം വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്താ? ഇല്ലല്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കാൻ നോക്കിയത്. അവളെ വിളിക്കുന്നതാ? അതല്ലടി, നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടാമെന്നല്ലേ ബാലൻസ് പൈസ 3 ലക്ഷം രൂപ. അത് കിട്ടിയടി. നമുക്ക് ഈ പൈസ വേറെ ആക്കിയും കൊടുക്കാനുണ്ടാ? ഇല്ലല്ല. അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാടി. വേണ്ടെങ്കിൽ വേണ്ട. അതെ, ഞാനേ വൈകുന്നേരം ഒരു പൈൻ്റ് എടുത്തുകൊണ്ട് വരും. നീ ഒരു കാര്യം ചെയ്യണം കേട്ടാ. നമ്മൾ ആടിന് കൊടുക്കാനുള്ള ഊറവെള്ളം ഒന്നിൽ നേരത്തെ കൊടു, അല്ലെങ്കിൽ എടുത്തു അത് തറയിൽ കളയണം. കാര്യം ഒന്നും മനസ്സിലായല്ലോ എനിക്ക്. അത് തന്നെ ചിലപ്പോൾ ഞാൻ തന്നെ അടിക്കുമ്പോഴേ ഊറവെള്ളം കൊടുക്കുന്ന ഒരു ഇതുണ്ടടി. എടുത്ത് കളയോ നീ? ശരിയടി, ഞാൻ അതാ പറഞ്ഞു. ബാക്കി വന്നിട്ട് സംസാരിക്കാമേ. ഓക്കെ. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ആളായിട്ടാണോ ജനിച്ചിരുന്നത്? കുടിക്കുമ്പോൾ അല്ല ഈ ഊറവെള്ളം കുടിച്ചോണ്ട് നടക്കാം. ഇനി എന്നും മാറുമെന്നോ ഭഗവാനേ. KL01BX ഇത് ഉണ്ണീരെ വണ്ടിയല്ലേ? ഇവ ഈ സമയത്ത് എവിടെ പോയി കിടക്കുന്നത്? ഇത് കൊള്ളാമല്ല പാട്. ഇവൻ 2 ലിറ്റർ വെള്ളം കൊണ്ട് വെച്ചിരിക്കുന്നു കുപ്പിയിൽ. എന്നിട്ട് ഇവന് കല്ലിൻ്റെ അസുഖം, മറ്റത് മറിച്ചത്, ബ്ലീഡിങ് ഇതുവരെ മാറണതുമില്ല. എന്നാലും ഇത് ഇവിടെ പോയി കാണാതെ. ഇവ എൻ്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ് എൻ്റെ വണ്ടി എനിക്കൊന്ന് ഓട്ടിച്ച് പഠിപ്പിച്ചു തരാം, 2 റൗണ്ട് ഓട്ടിക്കാന്നൊക്കെ. 1 റൗണ്ട് കയറി ഓട്ടിച്ചാലോ? ഇവിടെ പോയോണ്ട് ഇപ്പോട്ടെ ഉണ്ണി. താക്കോലി എന്തായാലും 1 റൗണ്ട് ഓട്ടിച്ച് നോക്കാൻ വേണ്ടി. ഇതിപ്പം ഇതിനെ സ്റ്റാർട്ടാക്കണമെന്നും അറിഞ്ഞൂടല്ല. കാര്യം നടന്നില്ല. നീ ഇറങ്ങി. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു സൈഷ, അത് ശരിയാവും. നീ ഇറങ്ങി വണ്ടിക്ക്. നിന്നോട് ഞാൻ പലപ്പോഴും എൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇറങ്ങി. ഒന്നാ നിനക്ക് അറിഞ്ഞൂടാ. നീ ശിഷ്യനായി പറഞ്ഞോളൂ. നീ ഇറങ്ങിന്നാണ് പറ്റും പെയ്യടേ. അല്ല, നീ എവിടെ പെയ്യാളെ? ഇത്ര സമയമായിട്ട് വണ്ടി കൊണ്ടുപോയി പോണല്ലേ? 24 മണിക്കൂറും ഓട്ടം. അവിടെ പോണം, ഇവിടെ പോണം, അപ്പുറത്ത് പോണ്. പൈസ എന്ന് പറഞ്ഞ് നടക്കണമല്ലേ? സംഭവമൊക്കെ ശരി തന്നെടേ. ഇതുള്ള ഓട്ടമൊന്നുമില്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് 25,000 രൂപ ആവശ്യമുണ്ട്. അപ്പം ഞാൻ നമ്മളെ ശശികണ്ണയ്ക്ക് അവിടുത്തെ ശശികണ്ണോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. പുള്ളി പറഞ്ഞു ഇനിയിപ്പം 20 നിനക്ക് എന്തുണ്ട് ഇപ്പൊ 25,000 രൂപ ആവശ്യം ഇത്ര പെട്ടെന്ന്? കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ടെസ്റ്റ് കാണിച്ചത് നിനക്കറിയില്ല. എൻ്റെ പെങ്ങളെന്നാണ് വള മാറ്റി പണയം വെച്ചാൽ ടെസ്റ്റ് കാണിച്ചത്. അവൾക്കത് എടുത്ത് കൊടുക്കാനും പറ്റില്ല. എടാ, ഇനി 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു വഴിയും കഴിയാം. കാരണം ടെസ്റ്റ് കാണിച്ചില്ലെങ്കിൽ ക്യാമറ കാണിച്ച് അത് ഫൈന് പോകും. ഇപ്പം പഴയതുപോലെ പിടുത്തമൊന്നുമില്ലല്ലോ, ക്യാമറ വഴിയല്ലേ. മറ്റേ ആൾക്കാർ നോക്കി പോലീസുകാരെ പേടിച്ചെങ്കിലും ഇവിടെ ഉണ്ടാവും ചോദിച്ചെങ്കിലും ഓടാം. എന്ത് ചെയ്യടേ ഒരു വഴി? നീയേ 24 മണിക്കൂറും ഉറക്കവും ഇല്ല ഊണും ഇല്ലാതെ തേരാപ്പാര ഓടിയിട്ട് നിന്റെ പൈസ ഇല്ലടേ. വലിയ കഷ്ടോളിയായത്. ഓടണുണ്ട് എന്തുമാത്രം ചിലവ്. മോളെ പഠിത്തം, മോൻ്റെ പഠിത്തം, പിന്നെ അപ്പനെ ആശുപത്രി കൊണ്ടുപോകണം. ഇത് ഞാൻ ഒരുത്തരടാ ഞാൻ ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഇത്തിരി ഓട്ടോ കൊണ്ടായിരുന്നു നമ്മളെ സ്റ്റാൻഡിൽ. പിന്നെ ഇപ്പോൾ വരണവനും പോണവനും ഒക്കെ എന്ത് ചെയ്യാൻ വണ്ടി എടുത്തിട്ട് പോകണം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരണവന്മാരെന്ത് ചെയ്തു? അവന്മാർ ഒരു ഓട്ടോ എടുത്തിട്ട് പോകും. എടാ, അങ്ങനെ നമ്മളെ സ്റ്റാൻഡിൽ ഇപ്പോൾ 10-50 വണ്ടിയുണ്ട്. പിന്നെ ഒന്നും വിചാരിക്കും. എടാ, നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 25,000 മറിച്ചാടാ. ആരെയും നീ മറിച്ച് എന്നാൽ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത ഏതെങ്കിലും ചിട്ടി കിട്ടുമ്പം നമുക്ക് കൊടുക്കും. എടാ, നീ എന്ത് പത്താനോടെ പറയണത്? നിനക്കറിഞ്ഞൂടെ ഞാൻ ജോലിക്കും കൂലിക്കും കൊള്ളായത്? എടാ, നീ ദേഷ്യപ്പെടണ്ട. എനിക്കറിയാം നിൻ്റെ ഇല്ലെന്ന്. പക്ഷെ നിൻ്റെ അടുത്ത് കേൾക്കുമ്പോണ്ടല്ല എനിക്കൊരു എന്തോ ഒരു സുഖോടാ. കുഴപ്പമില്ല. എനിക്ക് ചായ കുടിക്കേണ്ട പൈസ ഇല്ല. അത് ഞാൻ വണ്ടി കൊടുത്ത് പൈസ തന്നെ ഗൂഗിൾ പേ തരാം കേട്ടാ. ഓട്ടോ പിന്നെ ശരി, ഞാനേ ഒരു ഓട്ടോ കൊണ്ടുവരാം. ശരി. എടാ, നീ വിടാ. ഞാൻ അപ്പോഴെന്തോ പറഞ്ഞത്. ശരി, കാണാം.